everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മളെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ഒരാളാണ്. നിങ്ങൾ കണ്ട് പരിചയം കൂടി ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിന്റെ പേര് പറയും. എൻ്റെ പേര് ഷെഫീഖ എന്നാണ്. യൂട്യൂബിലൊക്കെ എല്ലാവരും ഷെഫി എന്ന് തന്നെ അറിയപ്പെടും. അവള് യൂട്യൂബ് ചാനലിലുള്ള ആളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മള് കേക്ക് ഈറ്റിംഗ് ചാലഞ്ചാണ്. കേക്ക് ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതന്നല്ലേ ചെയ്തത്, കേക്ക് ഈറ്റിംഗ് ചാലഞ്ച് അല്ലേ ചെയ്തത് എന്ന് വിചാരിക്കും. ആള് മാറ്റമുണ്ടെന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഗൈസ്, നമ്മൾ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് ഇവർക്ക് പോലും അറിയില്ല. ഞാൻ ക്യാമറമാൻ ആയതുകൊണ്ട് ഞാനാണ് അതൊക്കെ മുളകറ്റൊക്കെ വന്നത്. എന്താ എനിക്ക് തോന്നുന്നു ഇന്നെ കേക്ക് കഴിപ്പിക്കാൻ ഇതിലൊരു മുളക് വെച്ചിക്കണാവോ? അതൊക്കെ പേടി. കേക്കിന്റെ ഉള്ളിൽ മുളക് വെച്ച് എക്സ്ട്രാ 2 മുളകോടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതാണ് പാകുള്ള പേടി. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ട്വിസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? എനിക്ക് അറിയണ്ടേ എന്തൊക്കെയാണ് ട്വിസ്റ്റ്, എന്തിനാണ് ഈ പച്ചമുളക് പാകള് പേടി ഗൈസ്. എന്തിനാണ് ഈ പച്ചമുളക് കൊടുക്കുന്നത്? പച്ചമുളക് കാണുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ ഗൈസ്, നമ്മള് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് രണ്ടുപേർക്കും കത്തിയുണ്ട്. എനിക്ക് കത്തിയില്ലേ? കത്തിയുണ്ട്. പക്ഷെ നമ്മള് ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് കത്തിയായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടല്ല ഗൈസ് നമ്മള് കേക്ക് കഴിക്കുന്നത്. കേക്ക് നമ്മള് വായ കൊണ്ട് നമ്മള് ഇങ്ങനെയാണ് കേക്ക് കഴിക്കുന്നത്. അതാണ് നമ്മളെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മളെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചലഞ്ച് ചെയ്തത് നോർമൽ ആയിട്ട് കഴിക്കുന്നതാണ്. പക്ഷെ ഇന്ന് വെറൈറ്റി കത്തി കൈ പിടിച്ചത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മള് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവളുടെ അടുത്ത്. അതാണ് നമ്മളെ ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് കേൾക്കുന്നുണ്ടാ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് പിന്നെ പറയാനുള്ളത്, നമ്മള് ഇതില് ഏറ്റവും കൂടുതൽ ആരാണ് തിന്നതെന്ന് നോക്കും. ഏറ്റവും കൂടുതൽ ആരാണ് തിന്നതെന്ന് നോക്കും. നോക്കിയിട്ട് ആരാണോ കുറവ് തിന്നത് അവർക്കാണ് നമ്മൾ ഈ നല്ല പച്ചമുളക് വെച്ചിട്ടുള്ളത് ഗൈസ്. അപ്പൊ കുറവ് തിന്നവര് അത്രയും മധുരം കഴിച്ചതും പോരാഞ്ഞിട്ട് അത്രയും കുറവ് കഴിച്ചതും പോരാഞ്ഞിട്ട് നമ്മള് എരിവും കൂടി കഴിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ട്രൈ ചെയ്യാം. ഈ ആണെങ്കിലും ഞാനാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഇല്ല, മുളകൊന്നുമില്ല, ഉറപ്പാണ്, അതൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ ടൈം സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇത്ര കൂടുതൽ ഒരാൾ നമുക്ക് ഇഷ്ടത്തിന്റെ സമയത്തിനനുസരിച്ച് തിന്ന അങ്ങനത്തെ ഒരു ഓപ്ഷൻ അല്ല. നമുക്ക് 1 മിനിറ്റ് ടൈം വെക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ 1 മിനിറ്റ് ടൈമിനുള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേക്ക് തിന്നത് ആരാണോ അവർക്കാണ് സമ്മാനമൊന്നുമില്ല. ഏറ്റവും കുറവ് തിന്നത് ആരാണോ അവർക്കാണ് പണിഷ്മെന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ടൈമർ സെറ്റ് ആക്കാം. നമുക്ക് എന്തായാലും ടൈമർ സെറ്റ് ആക്കാൻ ഞങ്ങൾക്ക് രണ്ടിനും അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾക്ക് അറിയണ രീതിക്ക് ഞങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, കത്തിയോടെ വെച്ചോ. ഇതൊന്നും വേണ്ടട്ടോ. നമ്മളെ കേക്ക് കണ്ട ഗൈസ്, നിങ്ങള് കേക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കോല ഇങ്ങനെ ഒന്നും ആവൂല. അപ്പൊ ഇതാണ് ഞങ്ങള് കേക്ക്. ഏകദേശം രണ്ടാമത് ഒരേ ലുക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടൈം സെറ്റ് ആക്കാം. നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണ മുന്നേ അവൾക്കൊരു സംശയം, എങ്ങനെയാണ് തിന്നാ? നമുക്ക് കൈയായിട്ട് എടുക്കാൻ പറ്റും. കൈയായിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് എടുത്തിട്ട് ഇങ്ങനെ തിന്നണമെങ്കിൽ തിന്നാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഇല്ല, ഇതിങ്ങനെ പിടിക്കാം. ഈ സ്റ്റാൻഡ് ഇതിങ്ങനെ പിടിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മള് കൈ കൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്. 1 2 3 സ്റ്റാർട്ട്, ഗോ. പച്ചമുളകിന് അതിന് തിന്നേണ്ടി വരും. കേക്ക് കൊതിത്തിന് പക്ഷെ തിന്നാൻ പറ്റണില്ല. ഇതിപ്പോ മിക്കവാറിന്റെ കേക്ക് മൊത്തം കഴിയൂട്ടാ. ഇതെങ്ങനെ തിന്നാ? ഞാൻ മാക്സിമം ഇങ്ങനെ ഇതുകൊണ്ട് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. പക്ഷെ അത് പറ്റുള്ള എല്ലാരും മൂക്കിന്റെ ഉള്ളിൽ കയറും.
മൂക്കുമ്പൊക്കെ ഗൈസ്. പച്ചമുളക് ഒന്നും കിട്ടാ എന്റെ കഴിയണില്ല, ഇത് പറ്റുന്നില്ല. കേക്ക് കൊതിയത്തില്ല, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ പോയി. ചോറിനാ വെറുതെ അല്ല, ചോറിന് വന്ന് കഴിച്ചുകൊണ്ട് പറ്റുന്നോള്. എന്തരോ എന്റെ ഞാൻ വേഷം മുളക് തിന്നേണ്ടി വരും. മുളക്കറിയാം, ഇത് പറ്റുന്നില്ല. അതുകൊണ്ട് പല്ലില് കമ്പി കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞില്ല, ഞാൻ ഓളങ്ങനെ കൊടുത്ത് നിനക്ക് പറ്റണില്ല. ഞാൻ മുളക് തിന്നേണ്ടി അല്ലേ സനാനി നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമുക്ക് ടൈമർ സെറ്റ് ആക്കാൻ അറിയൂലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ നമ്മള് പറഞ്ഞത് 1 മിനിറ്റ് ആണ്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായത്. അപ്പൊ 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെന്ന് എന്നാൽ നമുക്ക് 2 മിനിറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് 2 മിനിറ്റ് ആണ്. നമ്മള് 1 മിനിറ്റാ പറഞ്ഞെങ്കിലും നമുക്ക് പണി കിട്ടി, കാരണം നമ്മളെ ശ്രദ്ധിച്ചില്ല. അപ്പൊ 2 മിനിറ്റ്, ഞാൻ 2 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കേട്ടാ. അപ്പൊ നമുക്ക് ആരാ ഏറ്റവും കൂടുതൽ തിന്നത് ഗായ്സ്? എന്തായാലും ഞാനല്ല ഗൈസ്, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് നോക്കണം, പല്ലില് കമ്പി നോക്കണം. എനിക്ക് പറ്റണില്ല കഴിക്കാൻ, നോക്കാൻ പറ്റണില്ല. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാ അവള് കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചേട്ടാ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇത് തിന്നാൻ പറ്റണില്ല. ഞാൻ പിന്നെ അങ്ങനെയല്ല, ചലഞ്ച് അല്ലേന്ന് വിചാരിച്ചു. എന്റെ കൊല കണ്ടില്ല നിങ്ങള്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയില്ല. അപ്പൊ പച്ചമുളക് തിന്നാൻ റെഡി ആയില്ല നമ്മളെ ഷെയ്ഫിയാണ്. അതിന്റെ മുന്നേ നമുക്ക് ഈ കോലങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റെഡി ആയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചലഞ്ച് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു പൊട്ടത്തരം നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പൊട്ടത്തരം പിന്നെ എന്റെ ജന്മന ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അത് വലിയ കാര്യമാക്കണ്ട. അപ്പൊ എന്തായാലും ഞാനാണ് ഗൈസ് ഏറ്റവും കൂടുതൽ കേക്ക് തിന്നിട്ടുള്ളത്. അവൾക്ക് അവളെ മുഖത്താവും അങ്ങനെയൊക്കെയുള്ള ഓരോ ടെൻഷൻ കയറിപ്പോയി. അതാണ് പ്രശ്നം. ചലഞ്ച് ആവുമ്പോ ചലഞ്ചിന്റെ രീതിക്ക് എടുക്കണ്ട, അവൾ ആ രീതിക്ക് എടുത്തില്ല ഗൈസ്. അത് അവളെ തെറ്റാണ്. അപ്പൊ ഞാൻ എന്തായാലും ജയിച്ച്. അപ്പൊ അവള് പച്ചമുളക് തിന്നാൻ പോവാണ് ഗൈസ്. പച്ചമുളക് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച സത്യമായിട്ട് ഞാൻ തിന്നേണ്ടി വരുന്നതാണ്. ഞാൻ പൊതുവെ ഞാൻ ചെറിയ മക്കളെ വീഡിയോയിൽ കൊണ്ടുവരുമ്പോ എല്ലാരും പറയും ആ ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് ഈ ജയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നെപ്പോലെ സെയിം ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നത് കേട്ടാ. അപ്പൊ അവള് എന്തായാലും പച്ചമുളക് തിന്നതിന്റെ പകുതി തിന്നണം കേട്ടാ. നല്ല നല്ല ഷെറായിട്ട് കടിച്ചു കഴിക്കണം. റെഡി വേണം പറയണ. റെഡി കടിച്ചു തിന്നോളൂ. ഇത് കടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാനിങ്ങനെ പൊട്ടിച്ചോളാം. എങ്ങനെ പല്ലിൽ കമ്പിയുണ്ട് ഇവിടെ ഈ കാര്യം എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയൊന്നും പറ്റൂല, അവിടെ തന്നെ തിന്നണം. എന്തായാലും പകുതി പച്ചമുളക് അവള് തിന്നണം കഴിച്ചു. തുപ്പാൻ പറ്റില്ല. കുറച്ച് വെള്ളം കൊടുത്തു. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഇത്. നിങ്ങൾ കണ്ടതല്ലേ ഞാൻ കേക്ക് തിന്നുന്നത്. അവള് പച്ചമുളക് തിന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ അവള് കേക്ക് തിന്നാഞ്ഞത്. അപ്പോൾ പച്ചമുളക് പകുതി തിന്നു. ചലഞ്ച് ചലഞ്ച് ഇടക്ക് കഴിക്കാൻ ഇല്ല കഴിക്കാൻ പറ്റൂല. ചലഞ്ച് അവള് ചലഞ്ച് വീഡിയോസ് അധികം കാണുന്നില്ല, അതിന്റെ പ്രശ്നമാണ്. പച്ചമുളക് എരിവില്ല പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കടയിൽ പോയി മേടിച്ചിട്ടുള്ളൂ. എനിക്ക് പെരുവുള്ള നിലവില്ലാത്ത മനസ്സിലാവോ ഗൈസ്? അപ്പൊ അവള് ഗൈസ് പച്ചമുളക് തിന്നിട്ട് അവൾക്ക് വയ്യാഞ്ഞിട്ട് അവള് വെള്ളം കുടി. പാവല്ലേ, കേക്ക് തിന്നതിന്റെ പുറമെ ഇനി പച്ചമുളക് വേറെ വല്ല വിഷയം വരണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ വെള്ളം കുടിക്കാൻ സമ്മതിക്കൂലായിരുന്നു കേട്ടാ. ഞാൻ സത്യം പറഞ്ഞാല് ചെറുനാരങ്ങ ആക്കിയാലോ എന്ന് വിചാരിച്ചത്.
മതിയായിരുന്ന. അപ്പൊ പിന്നെ ഞാൻ അത് മാറ്റിയെന്താ വെച്ചാല് ഇനി കേക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ ഉള്ളതാണ്. അപ്പൊ കേക്കിന്റെ പുറമെ ഇനി ചെറുനാരങ്ങന്റെ നീര് തിന്നാ ഞാൻ അത് വല്ല പ്രശ്നമാവോ എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ. അപ്പൊ എനിക്കൊരു പേടിയായി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പച്ചമുളക് ആക്കിയത്. പച്ചമുളക് എന്തായാലും മതിയാ. വായലുള്ള തിരക്ക് ഓക്കെ അല്ലേ? അപ്പൊ അവള് കഴിച്ച് ഇത്രയും പച്ചമുളക് തിന്നിട്ടുണ്ട് കേട്ടോ. വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൾക്ക് വിജയിച്ചാ പോലെ ഇനിയില്ല ഈ ചലഞ്ചില്. പക്ഷെ അവള് ജയിക്കില്ല. കഴിഞ്ഞോ? ഇറക്കിയാ? എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ. ഞാൻ ഹാപ്പി ആയി ഗൈസ്. കേക്കിന്റെ പീസ് ഈ കേക്ക് നല്ലപോലെ നേരത്തെ തിന്നൂടെ ഇനിയില്ലേ? നോക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അത്രക്ക് എരിവുകളും എനിക്ക് തോന്നുന്നു കടയിൽ പോയിട്ട് ടേസ്റ്റ് ഒക്കെ വന്നു തോന്നുന്നു. അത്രക്കും എരി. ഈ തീറ്റ ആരും അവിടെ നിന്ന് എന്താണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എന്തായാലും അവള് മുളക് ഗൈസ് പകുതിയോളം തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഈ ഹാപ്പി അല്ലേ? എന്താണ് എനിക്ക് നമ്മളെ ഈ കേക്ക് ചലഞ്ച് എന്ന് കേട്ടപ്പോ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ അത് വിചാരിച്ചെന്താണെന്നറിയോ, കേക്കിനെ കട്ട് ചെയ്തിട്ട് കൂടുതൽ കഴിക്കുന്നത് ആരായിരിക്കും കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ അത് വിചാരിച്ചു. ഇതൊന്നും കത്തി കാണുന്നത് കുഴപ്പമില്ലാതിരുന്നത് എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും അവള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതായിരുന്നു നമ്മളെ ഒരു ചലഞ്ചിങ് വീഡിയോ. നമ്മൾ അന്ന് ചെയ്തത് നോർമൽ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാ തിന്നലായിരുന്നു. പക്ഷെ ഇന്നും അതുപോലെ ചെയ്ത് നിങ്ങൾ വിചാരിക്കൂല അതും ഇതും തമ്മിൽ ഒരുപോലെ അല്ലേ, ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മളൊന്ന് വെറൈറ്റി ആക്കി പിടിച്ചാണ്ടാ. അപ്പൊ നമ്മൾ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള കേക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള തെച്ചു വാവ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. അവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളിലും കേക്ക് ആയാലും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവളെ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അവളെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓഫർ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വാങ്ങിക്കാനും പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ചലഞ്ച് ഇഷ്ടമായോ? തീർച്ചയായിട്ടും അടിപൊളിയല്ലേ? പക്ഷെ പച്ചമുളക് തീർത്തുണ്ടോ ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മളെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ഷെഫീഖയാണ്. ഇതിന്റെ കൂടെ ആദ്യം വർക്ക് ചെയ്ത് അവിടെ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെ ചലഞ്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ചലഞ്ച് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടാ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. എന്നാലേ നമ്മൾ ഭാവിയിൽ എപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും still then bye. അപ്പൊ ഗൈസ്, ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്.